തൽക്കാലം ളുഹർ നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത് പ്രാക്ടിക്കലാക്കി. പിന്നെ ബാക്കി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ളുഹർ നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ളുഹർ നിസ്കാരം നിസ്കരിക്കുന്നത്? നമ്മൾ നിന്നു, ഇനി നിയ്യത്ത് വെക്കലാണ്. എങ്ങനെയാണ് നിയ്യത്ത് വെക്കുന്നത്? ഉസല്ലി ഫർള ളുഹരി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് അറബിയിൽ പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ളുഹർ നമസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് നിയ്യത്ത്. ഈ നിയ്യത്ത് ആരാ വെക്കേണ്ടത്? വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കായിരിക്കുമല്ലോ നിസ്കരിക്കുക ഭൂരിഭാഗം സമയം. ആ സമയത്ത് അവർ ഈ നിയ്യത്ത് വെക്കുക. പിന്നെ പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന്മാരുണ്ടാകുമല്ലോ, അവരും ഈ നിയ്യത്ത് വെക്കുക. ഇനി ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമീങ്ങൾ, നമ്മൾ പുറകെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ്? ഈ പള്ളിയിൽ മാത്രമല്ല വീട്ടിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ മഅ്മൂമീങ്ങളാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി ഫർള ളുഹരി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി മഅൽ ഇമാമി. അങ്ങനെ ഒരു വാക്ക് വേണം, മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല. അതിൻ്റെ അർത്ഥം എന്താണ്? 4 റക്അത്ത് ളുഹർ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ.